ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതം പാർട്ട് 2 യൂണിറ്റ് 7 കുറയ്ക്കണോ കൂട്ടണോ. ഈ യൂണിറ്റിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എന്ന പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും. തുടർച്ചയായ 3 അക്കങ്ങൾ എഴുതുക. നമ്മളിവിടെ തുടർച്ചയായ അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 2 3 2 3 4 3 4 5 4 5 6 5 6 7 6 7 8. ഇവയെല്ലാം ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതുക. അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഇതുപയോഗിച്ചാണ് നമ്മൾ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതേണ്ടത്. അപ്പോൾ 1 2 3 ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ 3 2 1, അതായത് 321. ഏറ്റവും ചെറിയ സംഖ്യ 1 2 3 123. ഇങ്ങനെയാണ് ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 2 3 4 ആവുമ്പോൾ ഏറ്റവും വലുത് 4 ആണ്. 4 ആദ്യം എഴുതുക, പിന്നെ 3 എഴുതുക, പിന്നെ 2 എഴുതുക. ഇനി നമ്മൾ ചെറുത് കണ്ടുപിടിക്കാൻ ചെറുത് ആദ്യം എഴുതുക, പിന്നെ അതിൽ വലുത്, പിന്നെ അതിലും വലുത്. അപ്പോൾ അങ്ങനെ എഴുതി നോക്കുമ്പോൾ ഇവിടെ 543, 345, 654, 456. ചെറുതെന്നാകുമ്പോൾ ചെറിയ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ചെറിയ അക്കത്തിൽ നിന്ന് തുടങ്ങുക. വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വലിയ അക്കത്തിൽ നിന്നും തുടങ്ങുക. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ കാണാൻ വേണ്ടി 765. വലിയ സംഖ്യ 765, ചെറുത് 567. എണ്ണൂറ്റി 76, 678. ഇനി ഇതിൻ്റെ വ്യത്യാസം കാണണം. അടുത്ത ഇതിൽ അതാണ് വ്യത്യാസം കാണുക. അപ്പോൾ നമ്മൾ 321 നിന്ന് 123 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 321 കുറയ്ക്കണം 123. 1 നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ 11, ഇവിടെ 1. അപ്പോൾ 11 നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക? 8. 1 നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 11, ഇവിടെ 2. 11 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 9. ഈ 2 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1, 198. അടുത്ത സംഖ്യ ഒന്ന് കുറച്ച് നോക്കാം. 432 നിന്ന് 234 കുറയ്ക്കുക. 432 നിന്ന് 234 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 നിന്ന് 4 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് 12 അല്ലേ? 12 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 8. ഇവിടെ 2 ആണ് ഉണ്ടാവുള്ളൂ. 2 നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും 12. 12 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 9. ഇവിടെ ഉണ്ടാവുക 3 ആണ്. 3 നിന്ന് 2 കുറച്ചാൽ 1. ഇങ്ങനെ നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കുറച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് 198 ആണ്. 198. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? എല്ലാതിൻ്റെയും വ്യത്യാസം 198 ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയില്ലേ? എല്ലാത് കുറച്ചാലും 198 ആണ് കിട്ടുക. തുടർച്ചയായ 3 അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യകളിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ കിട്ടുന്നത്, അതായത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 198 ആയിരിക്കും. മനസ്സിലായോ? മുത്തുമാറ്റിയാൽ എന്ന പ്രവർത്തനം നോക്കാം. അബാക്കസ് നോക്കാം. അബാക്കസിൽ 100 3 3 മുത്താണ് അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ, 10ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ, ഒന്നുകളുടെ സ്ഥാനത്ത്
1 2 3 4 5 മുത്തുകൾ അല്ലേ? അബാക്കസിലെ സംഖ്യ എന്താണ്? 325. ഈ അബാക്കസിലെ 100ൻ്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇടൂ. കിട്ടുന്ന സംഖ്യ എന്താണ്? അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് 100, 10, ഇവിടെ 1. ഇപ്പം ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് ഇപ്പം എത്രയാണ് ഉള്ളത്? 1 2 3. 10ൻ്റെ സ്ഥാനത്ത് 1 2. ഇവിടെ 1 2 3 4 5 മുത്ത്. അപ്പം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് ഇതിനെ 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടൂ. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഏതായിരുന്നു നേരത്തെ സംഖ്യ? 325 ആയിരുന്നു അല്ലേ? ഇപ്പോഴോ 235. ഇപ്പം അതെന്തായി മാറി? 235. ഈ സംഖ്യ 235 മാറി. അതായത് ഇതിൽ നിന്ന് ഒരു 100 കുറഞ്ഞു അല്ലേ? 300 എന്നുള്ളത് 200 ഒരു 10 കൂടി. 2 എന്നുള്ളത് ഇപ്പോൾ ഇവിടെ 3. ഒരു 100 കുറഞ്ഞു, ഒരു 10 കൂടി. രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എത്രയാണ് രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം? 325ഉം 235ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ന്ന് 5 കുറച്ചാൽ 0. 2ന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ 12 അല്ലേ? ഇവിടെ 12, ഇവിടെ 2. 12ന്ന് 3 കുറച്ചാലോ 9. ഈ 2ന്ന് 2 കുറച്ചാൽ ഇവിടെ ഒന്നുമില്ല, 0. അതായത് 90. കണക്കാക്കിയ രീതി ഇതേപോലെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ അതിന് എഴുതാനുള്ള ഭാഗമുണ്ട്, അവിടെ കണക്കാക്കിയ രീതി കുറച്ച് നോക്കിയതായിട്ട് എഴുതുക. അപ്പോൾ രണ്ട് സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 90. അടുത്ത പ്രവർത്തനം നോക്കാം. വിനോദയാത്ര. ഇഷയും കുടുംബവും വിനോദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ബാഗ് വാങ്ങാൻ കടയിലെത്തി. നീല ബാഗിൻ്റെ വില, ചുവപ്പ് ബാഗിൻ്റെ വില. നീല ബാഗിൻ്റെ വില എത്രയാണ്? 695. ചുവപ്പ് ബാഗിൻ്റെ വില എത്രയാണ്? 900. നീല ബാഗിനേക്കാൾ ചുവപ്പ് ബാഗിൻ്റെ വില എത്ര കൂടുതലാണ്? എങ്ങനെയാണത് കണ്ടുപിടിക്കുക? നീല ബാഗിനേക്കാൾ എത്ര കൂടുതലുണ്ട്? 900 അല്ലേ? അതായത് 695നേക്കാൾ എത്ര കൂടുതലാണ്? 900. രണ്ട് തരത്തിൽ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ രീതി, കൂട്ടുകാരൻ കണ്ടെത്തിയ രീതി. അപ്പോൾ 695 നീല ബാഗിൻ്റെ വില. അതിനേക്കാൾ എത്ര കൂടുതലാണ് ചുവപ്പ് ബാഗിൻ്റെ വില എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ 695 കൂടി എത്ര കൂട്ടിയാൽ 900 കിട്ടും? 695നെ നമ്മൾ 5 ചേർത്ത് 695 5 എത്രയാണ്? 700. ഇനി 700ൽ കൂടി എത്ര ചേർത്താൽ 900 ആകും? 2 100 അല്ലേ? അതായത് 200. അപ്പോൾ 900 ആയി. അപ്പോൾ നമ്മൾ എത്ര കൂട്ടി? 5ഉം കൂട്ടി 200ഉം കൂട്ടി. അപ്പോൾ ആകെ 205 രൂപ കൂടുതലാണ്. 695, അതായത് നീല ബാഗിനേക്കാൾ 205 രൂപ കൂടുതലാണ്. ഞാൻ കണക്കാക്കിയ രീതി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ കണക്കാക്കിയ രീതി നമുക്ക് നോക്കാം. 900ൽ നിന്ന് 695 കുറച്ച് നോക്കിയാലും മനസ്സിലാവും. കുറച്ചാലും കിട്ടും, കൂട്ടിയാലും കിട്ടും ഉത്തരം അല്ലേ? അപ്പോൾ കുറച്ച് നോക്കാം. 2 പൂജ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ കുറയ്ക്കണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇവിടെ 10, ഇവിടെ 9. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് അങ്ങോട്ടൊക്കെ പോയത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ 8. ഇനി നമുക്ക് 10ൽ നിന്ന് 5 കുറച്ച് നോക്കാം. 25. 10ൽ നിന്ന് 5 കുറച്ചാൽ 5. ഇവിടെ 9. 9ന്ന് 9 കുറച്ചാൽ ബാക്കി ഇവിടെ ഒന്നുമില്ല, 0. 8ൽ നിന്ന് 6 കുറച്ചാൽ 2.
ഇങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്ത രീതിയായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ എത്ര രൂപ കൂടുതലാണ്? 205 രൂപ കൂടുതലാണ്. മനസ്സിലായില്ലേ? അടുത്ത പ്രവർത്തനം വടകരയിലേക്ക്. അടുത്ത ദിവസം യാത്ര തുടങ്ങി. വിനോദയാത്ര പോകാൻ ബാഗൊക്കെ വാങ്ങി അടുത്ത ദിവസം യാത്ര തുടങ്ങി. കാറിലാണ് യാത്ര. യാത്ര തുടങ്ങിയപ്പോൾ മീറ്ററിലെ സംഖ്യ ഇഷ എഴുതി വെച്ചു. അവസാന 3 അക്കമാണ് എഴുതിയത്. ഇഷ എഴുതിയത് 568. 19 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദൂരം സൂചിപ്പിക്കുന്ന ബോർഡ് കണ്ടു. എന്താണ് ദൂരം സൂചിപ്പിക്കുന്ന ബോർഡ്? വടകരയിലേക്ക് ഇനി 147 കിലോമീറ്റർ. മനസ്സിലായോ? അപ്പോൾ ഇഷയുടെ വീട്ടിൽ നിന്നും വടകരയ്ക്ക് എത്ര ദൂരമുണ്ട്? ഇപ്പോൾ 19 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് വടകരയ്ക്ക് ഇനി 147 കിലോമീറ്റർ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 19 കിലോമീറ്റർ. അതായത് 19 കിലോമീറ്ററും പിന്നെ അവിടുന്ന് 147 കിലോമീറ്ററും വടകരയ്ക്ക് ദൂരമുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് കൂട്ടി നോക്കാം. 9ഉം 7ഉം 16ന് 6, ബാക്കി 1, 1 4 5, 5 1 6, ഈ 1 ഇവിടെ ഇറക്കിയിട്ടു. അപ്പോൾ ഇഷയുടെ വീട്ടിൽ നിന്ന് വടകരയ്ക്ക് 166 കിലോമീറ്റർ ദൂരമുണ്ട്. വീണ്ടും സഞ്ചരിച്ചപ്പോൾ മറ്റൊരു ബോർഡും കണ്ടു. എന്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്? വടകര 98 കിലോമീറ്റർ. ഇനി വടകരയ്ക്ക് ഇപ്പോൾ എത്ര ഉണ്ട്? 98 കിലോമീറ്ററും കൂടി ഉണ്ട്. അവർ എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പോൾ ആകെ ഇഷയുടെ വീട്ടിൽ നിന്ന് വടകരയ്ക്ക് എത്ര ദൂരമുണ്ട്? 166 കിലോമീറ്റർ. ഇനി എത്ര ദൂരം കൂടി പോകാനുണ്ടെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്? 98 കിലോമീറ്റർ. അപ്പോൾ അവർ എത്ര ദൂരം പോയി എന്നറിയാൻ വേണ്ടി 166ൽ നിന്ന് ഈ 98 കിലോമീറ്റർ കുറയ്ക്കുക. 6ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ 16, ഇവിടെ 5. ഇനി 16ന്ന് 8 കുറച്ചാൽ 8. ഇവിടെ 5ന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? 5 10ന്ന് 9 10 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 15. ഇവിടെ പിന്നെ എന്തുണ്ടാവില്ല, ഇവിടെ 0ആണ്. ഇനി 15ന്ന് 9 കുറയ്ക്കുക. അപ്പോൾ 6, 68 കിലോമീറ്റർ. അപ്പോൾ അവർ സഞ്ചരിച്ചത് എത്ര ദൂരമാണ് നോക്കി. ഇനി എത്ര ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് നോക്കി അല്ലേ? വീണ്ടും സഞ്ചരിച്ചപ്പോൾ മറ്റൊരു ബോർഡ് കണ്ടു. ഇപ്പോൾ അവർ സഞ്ചരിച്ചത് എത്ര കിലോമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. വടകരയിലെത്തിയപ്പോൾ മീറ്ററിലെ അവസാന 3 അക്കങ്ങൾ എഴുതൂ. വടകരയിലെത്തിയപ്പോൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആകെ? യാത്ര തുടങ്ങിയപ്പോൾ മീറ്ററിലുള്ള സംഖ്യ എത്രയാണ്? 568. അതിൽ കൂടി ഇതുവരെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? വീട്ടിൽ നിന്ന് വടകരയ്ക്ക് 166 കിലോമീറ്റർ. അപ്പോൾ ആകെ ദൂരം 8ഉം 6ഉം 14, ബാക്കി 1, 1 6ഉം 7, 7 6ഉം 13, ബാക്കി 1, 1 5 6, 6 1ഉം 7. അപ്പോൾ എന്തായിരിക്കും ആ ബോർഡിലുള്ള സംഖ്യ? 734. അവസാന 3 അക്കങ്ങൾ എന്തായിരിക്കും? 734. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ നമുക്ക് എഴുതാനുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്? യാത്ര തുടങ്ങിയപ്പോൾ മീറ്ററിൽ കാണുന്ന അക്കം നിങ്ങൾക്കറിയാം, 568. അതുപോലെ തന്നെ വടകരയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നും ഈ ചോദ്യം വായിച്ച് നമ്മൾ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി അല്ലേ?
ഞാൻ കണക്കാക്കിയ രീതി എന്നതിന് നിങ്ങൾ ഈ വഴികളൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം, ഉച്ചഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. അമ്മയാണ് പണം കൊടുത്തത്. 578 രൂപയായി. ഹോട്ടലിൽ എത്രയായി? 578 രൂപ. നേരത്തെ ചായ കുടിച്ച പൈസയും ആരാ കൊടുത്തത്? നേരത്തെ ചായ കുടിച്ചപ്പോഴും അമ്മ 175 രൂപ കൊടുത്തിരുന്നു. അമ്മയുടെ കയ്യിൽ 968 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി എത്ര രൂപയുണ്ട്? ഒന്നുകൂടി നോക്കാം. ഉച്ചഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. അമ്മയാണ് പണം കൊടുത്തത്. 578 രൂപയായി. നേരത്തെ ചായ കുടിച്ചപ്പോഴും അമ്മ 175 രൂപ കൊടുത്തിരുന്നു. അമ്മയുടെ കയ്യിൽ 968 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി എത്ര രൂപയുണ്ട്? അപ്പോൾ ആദ്യം അമ്മ ഉച്ചഭക്ഷണത്തിന് അമ്മ എത്ര രൂപ കൊടുത്തു എന്ന് നോക്കാം. 578. ചായ കുടിക്കാൻ വേണ്ടി ആ സമയത്ത് കൊടുത്തത് 175. ഇപ്പം നമ്മൾ ആകെ എത്ര രൂപ ചിലവായി എന്ന് കാണാം. എന്നാലല്ലേ ബാക്കി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ കാണാൻ വേണ്ടി ഇത് രണ്ടും കൂട്ടണം. 8 5 13 3, ബാക്കി 1. 1 7 8, 8 7 15 5, ബാക്കി 1. 1 5 6, 6 1 7. 753 രൂപയാണ് ഇവർക്ക് ചെലവായത്. അപ്പം അമ്മയുടെ കയ്യിൽ ആകെ എത്ര രൂപ ഉണ്ടായിരുന്നു? അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 968 രൂപയാണ്. അതിൽ നിന്ന് 753 രൂപ ചെലവായി. ഇനി ബാക്കി നമ്മൾ കാണുകയാണ്. ബാക്കി എത്ര? ബാക്കി കാണാൻ കുറയ്ക്കണം അല്ലേ? 8ൽ നിന്ന് 3 കുറച്ചാൽ ബാക്കി 5. 6ൽ നിന്ന് 5 കുറച്ചാൽ ബാക്കി 1. 9ൽ നിന്ന് 7 കുറച്ചാൽ ബാക്കി 2. അപ്പോൾ 215 രൂപ ബാക്കിയുണ്ട്. ഞാൻ കണക്കാക്കിയ രീതി എന്നതിന് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ടെസ്റ്റിൽ ആ ഭാഗത്ത് എഴുതുക. ഞാൻ കണക്കാക്കിയ രീതി എന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ. 1, അബാക്കസ് വരയ്ക്കാം. അബാക്കസിൽ ഇപ്പം മുത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ, 10കളുടെ സ്ഥാനത്ത് 4 മുത്തുകൾ, 1കളുടെ സ്ഥാനത്ത് 2 മുത്തുകൾ. ഈ അബാക്കസിൽ നിന്ന് എത്ര മുത്തുകൾ എടുത്തു മാറ്റിയാൽ സംഖ്യ 101 ആകും? അബാക്കസ് ഒന്ന് വരച്ച് നോക്കാം. 100കളുടെ സ്ഥാനത്ത് 3 മുത്തുകളുണ്ട്. 10കളുടെ സ്ഥാനത്തോ 4 മുത്തുകളും ഉണ്ട്. 1കളുടെ സ്ഥാനത്ത് 2 മുത്തുകളുമുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏതൊക്കെ മുത്തുകൾ എടുത്തു മാറ്റിയാൽ സംഖ്യ 101 ആകും? ഈ സംഖ്യ ഏതാണ്? ഈ സംഖ്യ 340. ഈ സംഖ്യ ഏതാണ്? 342. ഇനി നമുക്ക് ഇതിനെ മാറ്റണം. ഏതൊക്കെ സംഖ്യകൾ എടുത്തു മാറ്റിയാലാകും? എത്ര സംഖ്യ മാറ്റണം? അപ്പോൾ ഇവിടെ 101 ആവേണ്ടത്. അതായത് ഒരു 100 പാടുള്ളൂ. അപ്പം നമുക്ക് ഈ 2 മുത്തുകളും മാറ്റണം. 100 എത്ര എണ്ണം മാറ്റണം? 100 2 എണ്ണം മാറ്റണം. പിന്നെ 101 എന്ന് എഴുതുമ്പോൾ എങ്ങനെ 101 എഴുതുക? 101, അതായത് ഒരു 100, 0, 10, ഒരു 1. ഇപ്പോൾ 10കളുടെ സ്ഥാനത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല. 10കളുടെ സ്ഥാനത്ത് ഒന്നുമില്ല. അതായത് 10 എന്നുള്ളതിൽ നമ്മൾ ഈ 4 10ഉം എടുത്തു മാറ്റണം. ഇനി 1കളുടെ സ്ഥാനത്ത് 1 പാടും. 101 അല്ലേ? അപ്പം നമ്മൾ 1കൾ എങ്ങനെ എടുത്തു മാറ്റണം? 1 എടുത്തു മാറ്റുക, ബാക്കി 1 അവിടെ ഉണ്ട്. ഇതാണ് 101. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അബാക്കസിൽ കാണുന്നതാണ് 101. അതാണ് നിങ്ങളോട് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. 101 എന്ന സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഓക്കെ. അടുത്തത് തേനീച്ചക്കൂട്.
അഞ്ചാറ് കൂട് അവിടെ ഉണ്ട് അല്ലേ? എത്ര കൂടാ ഉള്ളത്? അടുത്തത് തേനീച്ചക്കൂട്. ഇവിടെ 6 തേനീച്ചയുടെ കൂട് കാണുന്നുണ്ട് അല്ലേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? റാണി തേനീച്ചയുടെ കൂട് കണ്ടെത്താൻ സഹായിക്കാമോ? റാണി തേനീച്ചയുടെ കൂട് കണ്ടെത്തണം. അതിനെങ്ങനെയാണ് സഹായിക്കുക? അതിന് കുറച്ച് കണക്ക് ചെയ്യാനുണ്ട് അല്ലേ? കൂട് കണ്ടെത്തൽ. പൂവിലെ ഓരോ സംഖ്യയിൽ നിന്നും തേനീച്ചയിലെ ഓരോ സംഖ്യയും കുറയ്ക്കുക. പൂവിൽ 3 സംഖ്യ ഉണ്ട് അല്ലേ? തേനീച്ചയിൽ 2 സംഖ്യയുണ്ട്. ഈ 3 സംഖ്യയിൽ നിന്നും നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങളെ കൂടിൻ്റെ നമ്പറായി വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതുക. എന്നിട്ട് കൂട് കണ്ടുപിടിച്ച് നിറം കൊടുക്കുക. പിന്നെ മറ്റൊരു ക്ലൂവും കൂടി ഉണ്ട്. റാണി തേനീച്ചയുടെ കൂട് അക്കങ്ങളുടെ തുക 10 ആണ്. റാണി തേനീച്ചയുടെ കൂടിൻ്റെ അക്കങ്ങളുടെ തുക 10 ആണ്. ഒരക്കം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. 568 കുറയ്ക്കണം 243. ഇനി 568 നിന്നും 324 കുറയ്ക്കണം. രണ്ടും കുറയ്ക്കാം. 8 നിന്ന് 3 കുറച്ചാൽ ബാക്കി 5, 6 നിന്ന് 4 കുറച്ചാൽ 2, 5 നിന്ന് 2 കുറച്ചാൽ 3. ശരിയല്ലേ? നോക്കൽ എങ്ങനെയാണ്? 5 3 8, 2 4 6, 3 2 5. ഓക്കെയാണ്. ഇനി 8 നിന്ന് 4 കുറച്ചാൽ 4, 6 നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 4. 5 നിന്ന് 3 കുറച്ചാൽ 2. അടുത്തത് 759 നിന്നും 243 കുറയ്ക്കുക. 759 നിന്നും 324 കുറയ്ക്കണം. 9 നിന്ന് 3 കുറച്ചാൽ 6, 5 നിന്ന് 4 കുറച്ചാൽ 1, 7 നിന്ന് 2 കുറച്ചാൽ 5. 9 നിന്ന് 4 കുറച്ചാൽ 5, 5 നിന്ന് 2 കുറച്ചാൽ 3, 7 നിന്ന് 3 കുറച്ചാൽ 4. അടുത്തത് 695 നിന്ന് 243 കുറയ്ക്കണം. 695 നിന്ന് 324 കുറയ്ക്കണം. നോക്കാം. 5 നിന്ന് 3 കുറച്ചാൽ 2, 9 നിന്ന് 4 കുറച്ചാൽ 5, 4. ഇവിടെ 1, 7, 3. ഇനി നമുക്കിതിലെ ക്ലൂ അനുസരിച്ചിട്ട് റാണി തേനീച്ചയുടെ കൂടൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് ക്ലൂ? അക്കങ്ങളുടെ തുക 10. നമ്മൾ ആദ്യം തന്നെ റാണി തേനീച്ചയുടെ കൂട് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അക്കങ്ങളുടെ തുക ഓരോന്നും ആവുമ്പോഴും നോക്കാം. പക്ഷെ എന്തായാലും ഈ കുറയ്ക്കൽ മുഴുവൻ നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇതിന് നമുക്ക് കിട്ടിയ ഉത്തരങ്ങളെ കൂടിൻ്റെ നമ്പറായി വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 300, 200, 500, 400 ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും അല്ലേ? 100 അധികം വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സംഖ്യ 516, വലിയ സംഖ്യ. പിന്നെ 400 വരുന്ന 2 സംഖ്യകളുണ്ട്, 452 435. അപ്പോൾ 452 ആദ്യം എഴുതുക, പിന്നെ 435 എഴുതുക. ഇനി 300, ഇത് 325, ഇവിടെ 371. അപ്പോൾ നമ്മൾ ആദ്യം 371, പിന്നെ 325. ഇനി ഇതിലൊരു സംഖ്യയും കൂടി ഉണ്ട്, 244. അപ്പോൾ ഇത് ഒന്നാമത്തെ കൂട്, ഇത് രണ്ടാമത്തെ കൂട്, ഇത് മൂന്നാമത്തെ കൂട്, ഇത് 4, ഇത് 5, ഇത് ആറാമത്തെ കൂട്. ഇനി ക്ലൂ അനുസരിച്ച് റാണി തേനീച്ചയുടെ കൂട് കൂട്ടുമ്പോൾ 10 കിട്ടണം. അപ്പം നമുക്ക് ഇതാകുമ്പോൾ കിട്ടില്ല, ഇതാകുമ്പോൾ കിട്ടില്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതാണ്. അതായത് 2 4 6, 6 4 10. അപ്പോൾ ഇതാണ് 10 കിട്ടുന്ന സംഖ്യ. അതുപോലെ തന്നെ ഒരക്കം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 2 തവണ ഉണ്ട്. അപ്പോൾ 244 റാണി തേനീച്ചയുടെ കൂട്, അതായത് ആറാമത്തെ കൂട്.
കൂട് കണ്ടുപിടിച്ച് നിറം കൊടുക്കുക. ആറാമത്തെ കൂടിന് അപ്പോൾ നിറവും കൊടുക്കുക. അടുത്ത പ്രവർത്തനം കുറയ്ക്കാൻ കൂട്ടാം. കുറയ്ക്കുകയാണ് വേണ്ടത്, കൂട്ടിയാലും മതി. എങ്ങനെയാണ് നോക്കൂ. 500, 300, പിന്നെ ഇങ്ങോട്ട് 400, 300, അതിൻ്റെ തുക 900. ഇപ്പോൾ 2 കോളങ്ങൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കോളങ്ങൾ പൂരിപ്പിക്കണം. അപ്പോൾ ഇവിടെ 500ഉം 300ഉം പിന്നെ ഒരു സംഖ്യയും കൂട്ടിയ 900 ആണ്. 900 കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുക? 500ഉം 300ഉം 800 ആണ്. ഇനി 900-ൽ നിന്ന് ഈ 800 കുറയ്ക്കുമ്പോൾ 100 കിട്ടും. അതായത് ഇവിടെ വേണ്ട സംഖ്യ 100 ആണ്. ഇവിടെ വേണ്ട സംഖ്യ എത്രയാണ്? 100. ഇനി ഇപ്പുറത്തുനിന്ന് ആയത് എങ്ങനെയാണ് നോക്കൂ. 400, 300, ഇവിടെ സംഖ്യയും കൂട്ടുമ്പോൾ 900. അതായത് 400ഉം 300ഉം എത്രയാ? 700. ഈ 900-ൽ നിന്ന് ഈ 700 കുറയ്ക്കുക. 900 കുറയ്ക്കണം 700. അപ്പോൾ എത്ര കിട്ടും? 200. അതായത് ഇവിടെ 200. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ സംഖ്യയും നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതാണ്. കൂട്ടിയാലും കിട്ടും, കുറച്ചാലും കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കൂട്ടിയാൽ കിട്ടുന്നത്? 500, 300, 800, 800, 100, 900 അല്ലേ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചിട്ടും നമുക്ക് 900-ൽ നിന്ന് 800 കുറച്ചിട്ടും ഉത്തരം കണ്ടുപിടിക്കാം. അടുത്തത് 325 കൂട്ടണം ഡാഷ് കൂട്ടണം 250 സമം 750. 325 250 എത്രയാണെന്ന് ആദ്യം നമ്മൾ കൂട്ടി നോക്കണം. ഇവിടെ 250 ഇട്ട് കൂട്ടി നോക്കിയാലോ? 5, 7, 5, 575. അപ്പോൾ നമ്മൾ 750-ൽ നിന്ന് ഈ 575-നെ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 10, ഇവിടെ 4. 10-ന്ന് 5 കുറച്ചാൽ 5, 4-ന്ന് 7 ആണ് ഇനി കുറയ്ക്കേണ്ടത്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് ഇവിടെ 14, ഇവിടെ 6. 14-ന്ന് 7 കുറയ്ക്കുക 7, 6-ൽ നിന്ന് 5 കുറയ്ക്കുക 1. അപ്പോൾ ഈ ഡാഷ് ഇട്ട് കൊടുത്ത് ഇവിടെ എന്താണ്? 175. 325, 175, 250. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ കണക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തതിൽ 245 മാത്രമേ ഒരു സൈഡിൽ തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ 175 കിട്ടിയല്ലോ. അപ്പോൾ ആ നമ്മൾ എഴുതി നോക്കുക. 245 കൂട്ടണം 175 കൂട്ടണം ഡാഷ് സമം 750 ആണ്. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂട്ടി നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 175. 5 5 10 0, ബാക്കി 1, 1 4 5 7 12 2, ബാക്കി 1, 1 2 3, 1 4, 420 ആണ്. അപ്പോൾ നമ്മൾ 750-ൽ നിന്ന് 420 കുറയ്ക്കണം. 0, 5-ന്ന് 2 കുറച്ചാൽ 3, 7-ന്ന് 4 കുറച്ചാൽ 3. അപ്പോൾ ആ ഭാഗത്ത് എന്താണ് എഴുതേണ്ടത്? 330. അടുത്തത് നോക്കൂ. 314 കൂട്ടണം, ഇവിടെ സംഖ്യ ഇല്ല, കൂട്ടണം 208 സമം 869. 869. അപ്പം 314 കൂടി 208 കൂട്ടുക ആദ്യം അല്ലേ? 8 4 12 2, ബാക്കി 1 1 2, 3 2 5. ഇനി നമ്മൾ 869-ൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കണം. 522 കുറയ്ക്കാം. 9-ന്ന് 2 കുറച്ചാൽ 7, 6-ന്ന് 2 കുറച്ചാൽ 4, 8-ന്ന് 5 കുറച്ചാൽ 3. അപ്പോൾ അവിടെ എത്രയാണ് വരിക? 347. ഇനി അടുത്തത് കണക്കാക്കുമ്പോൾ
128ഉം 324ഉം എത്രയാന്ന് നോക്കുക. 8 4 12 2, ബാക്കി 1 1 2 3 2 5 1 3 4. ഇനി 869 കുറയ്ക്കണം 452. 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 6ൽ നിന്ന് 5 കുറച്ചാൽ 1, 8ൽ നിന്ന് 4 കുറച്ചാൽ 4, 417. കണക്കാക്കാം, കളം നിറയ്ക്കാം എന്നുള്ളതിൽ നോക്കൂ. കുറേ ചെറിയ ചെറിയ കണക്കുകൾ തന്നിട്ടുണ്ട്. 300ൽ നിന്ന് 4 കുറച്ചത് ഒന്നാമത്തെ കള്ളിയിൽ എഴുതണം. 296. 200നോട് 12 കൂട്ടിയത്, അതാണ് രണ്ടാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്. 212. മൂന്നാമത്തെ കള്ളിയിൽ 136ഉം 136ഉം കൂട്ടിയത് എഴുതണം. 272. നാലാമത്തെ കള്ളിയിൽ 500ൽ നിന്ന് 264 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ, അതായത് 236. 100ഉം 160ഉം കൂട്ടിയതാണ് അഞ്ചാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്. അഞ്ചാമത്തെ കള്ളിയിൽ എന്താണ്? 100 + 160 എത്രയാണ്? 260. ആറാമത്തെ കോളത്തിൽ 400 കുറയ്ക്കണം 116, അതെത്രയാണ്? 284. ഏഴാമത്തെ കോളത്തിൽ 399 കുറയ്ക്കണം 151, അത് 248. അടുത്തതിൽ എട്ടാമത്തെ കോളത്തിൽ 300നോട് 8 കൂട്ടിയത് 308. അടുത്ത ഒമ്പതാമത്തെ കോളത്തിൽ 524 കുറയ്ക്കണം 300, അത് 224. അപ്പോൾ നമ്മൾ ഈ കളങ്ങളിൽ നിറച്ചു കഴിഞ്ഞു. ഇതുപോലെയാണ് ഇപ്പോൾ കളങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യ വരിയിലെ 3 സംഖ്യയും കൂട്ടി നോക്കൂ. ആദ്യ വരിയിലെ 3 സംഖ്യയും കൂട്ടി നോക്കൂ. എത്രയാണ് കിട്ടുന്നത്? അപ്പോൾ ഓരോ സംഖ്യയും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 296 കൂട്ടണം 212 കൂട്ടണം 272 780. 236 കൂട്ടണം 260 കൂട്ടണം 284, അതും 780. 296 കൂട്ടണം 236 കൂട്ടണം 248, അതും 780. ഉത്തരമായി കിട്ടിയ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 3ഉം 780 കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് രണ്ടാം നിരയിലെ 3 സംഖ്യകളുടെ തുക കാണാം. 212 കൂട്ടണം 260 കൂട്ടണം 308 സമം, അതെത്രയാ? 780. മൂന്നാം നിരയിലെ 3 സംഖ്യകളുടെ തുക 272 കൂട്ടണം 284 കൂട്ടണം 224, അതും 780. മൂന്നാം വരിയിലെ 3 സംഖ്യകളുടെയും തുക 248 കൂട്ടണം 308 കൂട്ടണം 224, അതും 780. എല്ലാ തുകയും തുല്യമാണ്. എല്ലാ നിരയിലെയും വരിയിലെയും സംഖ്യകളുടെ തുക ഒരേ സംഖ്യ തന്നെയാണ്. മനസ്സിലായോ? ഇതേപോലെയുള്ള കളങ്ങൾ ഉണ്ടാക്കാമോ? ഇതുപോലെയുള്ള കളങ്ങൾ ഉണ്ടാക്കാമോ? തുടർച്ചയായ 9 സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ചെറിയ കളം ഉണ്ടാക്കാം. അതായത് 1 മുതൽ 9 വരെ. 1 2 3 4 5 6 7 8 9. ഇനി നമുക്ക് ഇതിനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ 1ഉം 9ഉം പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഈ 3നെ പുറത്താക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. 2ഉം 6ഉം ഇങ്ങനെ വരയ്ക്കാം. 1 5 9 4 8. ഇപ്പൊ ഇവിടെ 1 3 9 7 എന്നീ അക്കങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് നോക്കാം. ഇവിടെ 1ഉം ഇവിടെ 9ഉം ആണ്. അപ്പൊ നമ്മൾ ഈ 9നെ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നാൽ 1നെ വെട്ടിയിട്ട് ഇവിടേക്കും കൊണ്ടുവരണം. ഇവിടെയുള്ള 3നെ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ ഭാഗത്തുള്ള 7നെ വെട്ടിയിട്ട് ഇവിടേക്കും കൊണ്ടുവരിക.
ഇനി നമുക്ക് ഇതിനെ എഴുതി നോക്കാം. 2 7 6 2 7 6 9 5 1 9 5 1 4 3 8 4 3 8. നേരത്തെ പോലത്തെ 9 കളങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇനി ഒന്ന് കൂട്ടി നോക്കൂ. 2 9 7 5 12 3 15 6 1 7 8 15 2 7 9 6 15 9 5 14 1 15 4 3 7 8 15. ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലെയുള്ള കളങ്ങൾ ഉണ്ടാക്കുക. അതായത് ഇതിനെയാണ് മാന്ത്രിക ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.